ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. മൃദുലയും മോളും നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റായി. ഒന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഞാനും ജിമ്മിൽ പോവാണ്. ജോബിനും വരണ്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവന് ലഞ്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ലഞ്ചിൽ എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഒരു 12 ഡിഗ്രി ഉണ്ട്. വലിയ തണുപ്പില്ല കേട്ടോ. ആദ്യമൊക്കെ ഒരു ജനുവരിയൊക്കെ തുടങ്ങിയ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത്ര വലിയ തണുപ്പില്ല, എന്നാലും നല്ല വെതറാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാറ് BYDയുടെ ഒരു ഹൈബ്രിഡ് കാറാണ്. അപ്പോൾ അതിൽ ഒരു 70 മൈൽസ്, ഇപ്പോൾ 68 മൈൽസ് 70 മൈൽസ് നമുക്ക് ഇലക്ട്രിക്കിൽ പോവാം. ബാക്കി പെട്രോളിലും പോവാം. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. കാരണം നമ്മുടെ കൂടുതലായിട്ടുള്ള ഒരു 80-85% നമ്മുടെ ട്രാവലും ഈ ലോക്കലായിട്ടുള്ള ഓട്ടമാണല്ലോ. അപ്പം അതിനുള്ള ഇത് നമുക്ക് ഇലക്ട്രിക്കായിട്ട് നമുക്ക് ഈ EVയിൽ റൺ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്താൽ മതി. അത് 10-12 മണിക്കൂർ കൊണ്ട് അത് ഫുൾ ചാർജ് ആവും. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ആ വണ്ടി പോവില്ല. ആ പോവാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ വണ്ടിയോടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവനറിയാതെ പോവില്ല എന്നുള്ളത്. എന്നാലും അവനത് വീണ്ടും ട്രൈ ചെയ്യാൻ പോവാണ്. അതവിടെ പോയി സ്റ്റക്കാവും. പിന്നെ ബാക്കിയുള്ള വണ്ടികളൊക്കെ ബ്ലോക്കാവും. ഭാഗ്യം അവനധികം അകത്തേക്ക് കൊണ്ടുപോയില്ല. കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ്റെ പണി വെച്ചാൽ ഫുള്ള് റോഡ് ബ്ലോക്കാവും. ഭാഗ്യം അവനൊന്നും പിന്നെയും ട്രൈ ചെയ്യാണ്. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. നമ്മളുടെ ട്രെയിൻ പോകുന്നുണ്ട്, എലിസബത്ത് ലൈൻ. നമ്മളങ്ങനെ ജിമ്മിലെത്തിയിരിക്കുകയാണ്. പ്യുവർ ജിം എന്നാണ് ജിമ്മിൻ്റെ പേര്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ജിമ്മാണ്. ജോബിൻ എന്നെ കാത്തിവിടെ നിൽപ്പുണ്ട്. രാവിലെ കഴിഞ്ഞ് വിളിച്ച് നമ്മളെ ശല്യപ്പെടുത്തി ജിമ്മിലടിപ്പിക്കും. അന്ന് ലെഗാണോ? 365 ദിവസം വർക്ക് ചെയ്യുന്ന ജിമ്മാണ്. ഇവിടെ ആരുമില്ല, നോക്കാനും പറയാനും ആരുമില്ല. നമ്മൾ തന്നെ വരാം, നമ്മൾ തന്നെ ആക്സസ് കോഡ് അടിക്കാം. രാത്രി എല്ലാവർക്കും നട്ടപ്പാലിക്കും വന്നിട്ട് ജിം അടിക്കാം. നമ്മൾ തന്നെ വരാം, ഇതേപോലെ ആക്സസ് കോഡ് കൊടുക്കാം, ജിമ്മിനകത്ത് കയറാം, ജിം അടിക്കാം, തിരിച്ചു പോകാം. അത്ഭുതമാണ്. പോയ ആവേശമൊന്നും ഇല്ലല്ലോ തിരിച്ചിറങ്ങുമ്പോ. സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാതെ നടന്നു വരികയാണ്. ഇപ്പൊ പേടിക്കിട്ട് ചേർത്ത് താങ്ങിയ. എന്നാ ശരി, എന്നാ കാണാമേ. അപ്പോൾ ശരി, കാണാം. വീട്ടിൽ വെച്ച് കാണാം. ഈ ജിമ്മിൽ പോയേ ഇത്രയും പണി എടുപ്പിച്ചിട്ട് വന്നപ്പോഴത്തെ ഇതെന്താ ഈ കൊണ്ടുവച്ചിരിക്കുന്നത്? പുള്ളിയെ ഇന്ന് ചിലപ്പോൾ നമ്മൾ പുള്ളി ഇല്ലാത്തതുകൊണ്ടേ നമ്മൾ വർക്കൗട്ട് കൊടുക്കാൻ വേണ്ടി അയച്ച സാധനങ്ങളായിരിക്കും. എനിക്ക് കുറേ ഉണ്ടല്ലോ. പുളി വരെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ അവിടുത്തെ വർക്കൗട്ട് കഴിഞ്ഞു, ഇനി ഇവിടുത്തെ വർക്കൗട്ട് ചെയ്യണ്ടേ? ജിമ്മിലൊക്കെ പോയി വന്നു. അപ്പോൾ മനുവിന് നല്ല വിശക്കുണ്ട്. അപ്പോൾ അവന് കട്ട്സു കറി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കട്ട്സു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതൊക്കെ കേട്ടപ്പോൾ ജോബിനും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഫുഡ് തരുമോ ചേട്ടാന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട്
അതിനെ ഇങ്ങനെ നടുക്കിങ്ങനെ മുറിച്ചിട്ട് കുറച്ചുകൂടെ വലുതാക്കും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ക്ലിങ് ഫിലിം എൻ്റെ മുകളിലോട്ടിടും. പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് കറിയല്ല ചിക്കൻ ബ്രസ്റ്റിനെ അടിച്ച് പരത്തിയിട്ടുണ്ട്, നല്ല ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല കുറച്ച് ജ്യൂസിയും സ്മൂത്തല്ല സോഫ്റ്റും ആവും. അപ്പോൾ അത് സെറ്റായി. ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കൈ നല്ല വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. നിങ്ങൾ ഈ കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ കൊച്ചിന് വിശക്കൊന്ന് പെട്ടെന്ന് വല്ലതും കൊടുക്കുക, കൂട്ടത്തിൽ എനിക്കും കൊടുത്താൽ. എനിക്ക് വിഷം ഞാൻ പറഞ്ഞപ്പോൾ കൊച്ചിനെ കൂടെ പിടിക്കുമ്പോൾ നിങ്ങൾ അനുകമ്പ കാണിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി വേണ്ടതെന്ന് അറിയാമോ, കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുക. അപ്പം കുറച്ച് പഴയ ബ്രെഡ് ഉണ്ടായിരുന്നു, പഴയതല്ല ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതെടുത്ത് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ കുറച്ച് പെപ്പറും. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അച്ഛനെ ഇതും കൂടെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമുക്ക് കട്സുക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്, കുറച്ച് പൊട്ടാറ്റോസ്, കുറച്ച് ഒന്നിയൻ്റെ ചെറിയ കഷ്ണം, പിന്നെ ഒരു ഗാർലിക്, ഇത്രയും മതി. പിന്നെ കുറച്ച് കറി സോസും പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിക്കുക, അത്രയുള്ള സംഭവം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആക്കട്ടെ. 2 ചെറിയ ഉരുളക്കിഴങ്ങ് കൊടുക്കുന്നുണ്ട്. ഇതിന് തോല് കളയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ തോല് കളയുന്നുണ്ട്. തോലല്ല തൊലി. ഭാഷ തോലെന്നാണ് എവിടെ? തോലെന്ന് വെച്ചാൽ നമ്മൾ ഈ ജീവികളുടെ ഒക്കെ ആണല്ലേ ഉടുപ്പിനാണ് തോലെന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ രീതി പറയുന്നേ. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം. ഈ തല്ലിക്കൊണ്ടുള്ള കത്തിയാണ്. നല്ല ഷാർപ്പായി കൈക്കിന്ന് കാണിച്ചാൽ അല്ല, വെമ്പിളി എങ്ങാണ്ട് പോയി കാണിച്ചാൽ. ഇതുകൊണ്ട് ഒരു പ്രാവശ്യം എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചോണ്ട് വന്നെ ജസ്റ്റ് എടുത്ത് നോക്കിയത് ഭയങ്കര റിസ്കിനായി. പക്ഷെ നല്ല മുറിയുന്നുണ്ട്. കൈ ഈ സാധനം എല്ലാം കൂടെ എടുത്തിട്ടേ നമുക്ക് ഈ പാത്രത്തിലോട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ, തല്ലിക്കൊല്ലുന്ന കത്തിയാണ്. ഞാൻ അതിലേക്കൊരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു സാധനം കൂടിയിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് അല്ല, ശരിക്കും ബീഫ് സ്റ്റോക്കാണ്. ബീഫിനൊക്കെ പറയാൻ പാടില്ല. പ്രശ്നമാണോ? ഞാൻ ചുമ്മാ. ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു ക്യുമിൻ പൗഡർ ഇടുന്നുണ്ട്. ഗരം മസാല പൊടി ഇട്ടുണ്ട്. എന്തൊരു കറി പൗഡർ ഉണ്ടെങ്കിലും ധാരാളം ഇതിന്. അങ്ങനെ അത്ര എരിവുള്ളൊരു സാധനമല്ല. ഒരു സ്പൂൺ ഇട്ട്, ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ആ മുളക് എടുക്കണം. മോന് ഞങ്ങൾക്ക് കുറച്ച് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചില്ലിയും കൂടി ഇടണ്ടേ. അതിന് അവിടെ നിന്ന് തിളക്കട്ടെ. ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനെന്താ ചെയ്യുന്നത്, ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയല്ലോ. പിന്നെ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിലൊഴിച്ചിട്ട് കുറച്ച് ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടി ചിക്കൻ ഇതിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക, ഒരു ബ്രെഡ് ക്രംസിലിടുക, എന്നിട്ട് അതിലിടുക. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ ആ ബ്രെഡ് ക്രംസ് പിടിച്ച് തന്നോളൂ കേട്ടോ. ഞാൻ ഈ ചിക്കനിലും കുറച്ചൊന്ന് പെപ്പറും സോൾട്ടും ഇടുന്നുണ്ട്, കാരണം ഇനി ഫ്രൈ ചെയ്ത് വരുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഓയിൽ എവിടെയോ ഒന്നും കാണാനില്ല. അപ്പോൾ വിളിച്ചിട്ട് മൃദു എവിടെയെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ. എന്താ ചെയ്യുക? അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കിട്ടി. അപ്പോൾ നമ്മുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ്, ഇത് ഞാൻ പറഞ്ഞില്ല കുറച്ച് മൈദ കലക്കിയ വെള്ളം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വെക്കണോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ.
നമ്മളെന്താ വെച്ചാൽ ഇടത്തെ കൈ കൊണ്ട് എടുക്കുക. ഇത് നമ്മൾ ഈ മൈദ വെള്ളത്തിൽ തന്നെ മുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക. അപ്പോൾ ഈ കൈ കൊണ്ട് പിന്നെ ആരും കയറി പിടിക്കരുത്. കാരണം പിടിച്ചെന്താ ഉണ്ടാവുക, അത് നമ്മുടെ കയ്യിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇടാം. ഭയങ്കര ബുദ്ധിയാണ്. അതുപോലെ വെണ്ടെടുക്കുക. അതിൻ്റെ വെള്ളത്തിൽ മുക്കുന്നു. ബ്രെഡ് ക്രംസ് ഇടുന്നു. കൈ സോപ്പ് ചെയ്യുന്ന പറഞ്ഞു. ഒരു കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുകയാണ്. ലൈറ്റ് ചൂടേ ഉള്ളൂ കേട്ടോ എണ്ണയ്ക്ക്. വീണ്ടും നമ്മുടെ പ്രോസസ്സുകൾ തുടരുകയാണ്. ഇതിങ്ങനെ വെന്ത് വരുന്നുണ്ട് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോവും എല്ലാം. ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, സൗണ്ട് കിട്ടില്ലേ? കുറച്ചുകൂടെ ഒന്ന് കളറായി വരട്ടെ. നല്ലോണം നമ്മൾ ഫ്ലാറ്റ് ചെയ്തതാണ്, അപ്പോൾ പെട്ടെന്ന് കുക്കാവും. അതേപോലെ തിരി കുറച്ച് വെക്കണം, മീഡിയം ഫ്ലെയിമിൽ വെക്കണം നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് ആ ഒരു ഗോൾഡൻ കളറാണ് വേണ്ടത്. എന്താവും ചേർക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് കണ്ടില്ലേ, നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് മറിച്ചിടാം നമുക്ക്. ഈ ചിക്കൻ്റെ കൂടെ കഴിയാൻ നമുക്ക് കുറച്ച് റൈസ് വേണം. നമുക്ക് സ്റ്റിക്കി റൈസ് ഉണ്ട്, പക്ഷേ ഞാൻ ബസ്മതി റൈസ് ഉണ്ടാക്കണം, കാരണം അല്ലാതെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 1.5 ഗ്ലാസ് അരി എടുത്തുള്ളത്, അതിൽ കുറച്ച് സോൾട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഇട്ടിട്ടുണ്ട്, കാരണം ഡബിൾ വെള്ളം ഇട്ടിട്ടുണ്ട്. നേരെ ഞാൻ നമ്മുടെ മൈക്രോവേവിലാണ് വെക്കുന്നത്. അപ്പം ഒരു 15 മിനിറ്റ് കൊണ്ട് റൈസ് സെറ്റാവും. ഈ പിന്നെ വാഗമണിലൊക്കെ നമ്മൾ പച്ചക്കറി കഴിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് ഫസ്റ്റ് ചിക്കൻ കഴിച്ചായിരുന്നു. പക്ഷേ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ വലിയ പീസ് ഉണ്ടാവും. ഞാനത് കുറച്ച് പിന്നെ ഫ്ലാറ്റാക്കി ചെറുതാക്കിയാണ് മഞ്ഞൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മൾ ഒരു പ്രാവശ്യം അനുവേട്ടം പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പച്ചക്കറി പിന്നെ നൂഡിൽസ് അങ്ങനെ ചിക്കൻ ആയിരിക്കുകയാണ്. നമുക്കിനി കളയാം കേട്ടോ, അതിന് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നല്ലോണം വെന്തുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിക്കാം. കോക്കനട്ട് മിൽക്ക് ക്യാനിലാണ് എടുക്കുന്നത്. ഇത് ഭയങ്കര ക്രീമിയാണ്. കുറച്ചും കൂടെ ഉപ്പ് വേണേ. നമ്മൾ സാധാരണ മിക്സിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്തിട്ട് ഇത് പേസ്റ്റ് ആക്കാൻ പാടുള്ളൂ, ഗ്രൈൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മിക്സിയിലാണെങ്കിൽ ഇത് പവർ സംഭവമാണ്. ഇതിൽ നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ട ചൂടായിട്ടാണെങ്കിലും ഇടാം. ഇതേപോലെ ചൂടായിട്ട് തന്നെ ഇടാം. നിങ്ങൾ സാധാരണ മിക്സിയിലാണെങ്കിൽ എടുക്കുക കേട്ടോ. ഇങ്ങനെ അതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ഇതല്ല നല്ല കാണിച്ചിടാം. അല്ല നല്ല ചൂടോടെ അരച്ചാണല്ലേ. നല്ല റിച്ച് ക്രീമി സോസ് ആയിരുന്നു കേട്ടോ. അത് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. പണികൾക്ക് വേണ്ടി നമ്മൾ ഒരു കുക്കുംബർ
ഓരോ കുക്കുംബറിനും വരും ഇവിടെ ഒരു കവറിട്ടിട്ട് വിടണം, ഉടുപ്പിട്ടിട്ട് വിടണം. ഒന്ന് കഴുകിയേക്കാം. Yeah, നൈസ്. it's very hot there. അതുകൊണ്ട് ഡിഷ് വാഷർ സാധനങ്ങൾ കെട്ടിയാണ്. ചേട്ടാ, നിങ്ങൾ കഴിഞ്ഞ ദിവസം മോസ്കോയിൽ പോയി ഒന്ന് വാങ്ങിച്ചില്ലേ? എന്തോന്നാ സാധനം സ്പെഷ്യൽ വാങ്ങിച്ചതാണ്. അതെ അല്ലേ? അവിടെ ഇരിപ്പുണ്ട് സാധനം. ടെററി നോക്കുവാണോ നീ? അല്ല, ഈ ഞാനേ ടെറർ നോക്കുന്ന കൂട്ടത്തിലേ ഒരു പുതിയൊരു പേരുകാരനിരിക്കുന്നത്. ഇതെന്നാ സാധനം? സുജു. സുജു. ഇതാണ് സോജു. എന്തൊക്കെ പേര്? ഇത് നമ്മുടെ കൊറിയൻ ഡ്രിങ്ക് ആണ്. നല്ല സാധനം. പല ഫ്ലേവർ ഉണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും സെല്ലിംഗ് സ്പിരിറ്റ് ആണ് സോജു. സ്ട്രോബെറി, ഗ്രേപ്പ് ഫ്രൂട്ട്, ഗ്രീൻ ഗ്രേപ്പ്, പ്ലം, സ്ട്രോബെറി, പീച്ച്. നമുക്ക് ട്രൈ നോക്കാം. ആണോ? ഇത് 13% ആണോ? നല്ല പെർസെന്റേജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ റൈസ് ഇപ്പോൾ ആയിട്ടുണ്ടാവും. നമുക്ക് റൈസ് നോക്കാം. കമോൺ കമോൺ. കറക്റ്റ് 15 മിനിറ്റ്. നമ്മുടെ റൈസ് കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് നല്ല പൂ പോലായിട്ടുണ്ട്. ഞങ്ങൾ മനു ടേബിൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്സു കറി പ്ലേറ്റ്. ചിക്കൻ, കട്സു കറി ഗ്രേവി, റൈസ്, കുക്കുംബർ. സ്പെഷ്യൽ പ്രിപ്പറേഷൻ ബൈ അനു. അടിപൊളി കേട്ടോ. ഇന്നലെ കഴിച്ചതിനേക്കാളും റിവ്യൂ വരാൻ പഠിക്കണം കേട്ടോ. ഇത് ലവ്ലി ഓസം എന്നൊക്കെ പറയണം കേട്ടോ. ഞാനേ ഇതൊക്കെ അവിടെ നിൽക്കും. പക്ഷേ നമ്മുടെ മെയിൻ സാധനം ഉണ്ടല്ലോ, സോജു ട്രൈ. സോജു ഇങ്ങനെയാണ് കുപ്പി. നല്ല രസമുണ്ട്, കാണാനൊക്കെ ഒരു രസമുണ്ട്. ഗ്രീൻ ഗ്രേപ്പ്, ജിൻ ഡ്രോപ്പ്. കൈ മുറിഞ്ഞു. ഇച്ചിരി കയ്പുണ്ട്, പക്ഷെ നല്ല ഗ്രേപ്പിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്ന സ്ട്രോബെറി സോജു ആണ്. നല്ലൊരു മലയാളി പേരല്ലേ സോജു. ഇതൊരു ജിന്നിൻ്റെ ടേസ്റ്റ് അല്ലേ? ചെറിയത് ഒരു ഫ്ലേവർഡ് ജിൻ. ബിറ്റർ. ഇതിനില്ല കേട്ടോ, അത് നീ സ്ട്രോബെറി ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കട്സു കറി നിങ്ങൾ ഓർക്കും ഞങ്ങൾ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പം മനുവിന് എന്നാ കൊടുക്കുമെന്ന്. മനുവിന് ഞങ്ങളുടെ പഴയ ഓർമ്മകളെ നൊസ്റ്റാൾജിയൊക്കെ തൊട്ടിറക്കുന്ന ഒരു സാധനമാണ് നന്നാരി സർബത്തും പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത്. ഈ നന്നാരി സർബത്താണ് നമ്മുടെ ഏറ്റവും വലിയ ഓർമ്മ. നന്നാരി സർബത്ത് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങളുടെ അവിടെ അത്ര ഇല്ലെന്നു അല്ലേ? നന്നാരി സർബത്ത് നന്നാരി ഒരു വേര, ആയുർവേദിക് വേര. അത് വെച്ചിട്ടുള്ള സർബത്തിൻ്റെ ഇതില്ലേ, അതിനകത്ത് നന്നാരിയുടെ ഇതും കൂടെ നാരയിട്ട് നല്ല സംഭവം അത്. അപ്പം അത് ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തരാം. അതും കുറച്ച് സോഡയും ലൈം ജ്യൂസും കൂടെ മിക്സ് ചെയ്താൽ ഓഹോ. നമ്മുടെ കേരള ഡിലൈറ്റ്സ് ഇപ്പോൾ നമുക്ക് UK സംഭവം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ചന്ദ്രലേഖക്കകത്ത് ശ്രീനിവാസൻ മറ്റേ ജ്യൂസ് കൊണ്ടുവരാൻ പറയും നന്നാറി എസൻസ് ചേർത്തിട്ടില്ലെന്ന് പറയും. കറക്റ്റ്. UK വന്ന് നന്നാരി സർബത്ത് വരെ എത്തി തുടങ്ങി. അതുകൊണ്ടൊരു ശരിക്കും അടിപൊളി വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈം ജ്യൂസ് ഉണ്ടാക്കണം, നമ്മുടെ പഴയ ഓർമ്മ, നന്നാരി സർബത്ത് ഉണ്ടാക്കുന്ന ഓർമ്മ. മറ്റേ മറ്റേ പേരെന്തായിരുന്നു? സർബത്ത് ഷമീർ. സർബത്ത് ഷമീറോ ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഒരു
നറുനീണ്ടി സർബത്ത്. നിറഞ്ഞേണ്ടി നന്നറി ഒന്നാണോ? ആയുർവേദം. മനുവിനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പ്ലേ ഡേറ്റ് ഉണ്ട്. അപ്പോൾ അവനവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് അടുത്ത പരിപാടി. ഹായ് മനു.